നമസ്കാരം. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് നിശ്ചയിച്ചുവെന്ന് റിപ്പോർട്ട്. 10 ദിവസം നീണ്ട നാടകീയമായ ചർച്ചകൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിലാണ് അന്തിമ തീരുമാനമായത്. ഉച്ചയ്ക്ക് 1 മണിക്ക് തിരുവനന്തപുരം ഇന്ദിരാഭവനിൽ ചേരുന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ ഹൈക്കമാൻഡ് പ്രതിനിധികൾ മുദ്രവെച്ച കവർ തുറക്കുന്നതോടെ പ്രഖ്യാപനം ഔദ്യോഗികമാകുമെന്നാണ് ദേശീയ മാധ്യമമായ സൗത്ത് ഫസ്റ്റ് എക്സ്ക്ലൂസീവായി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരെ മറികടന്നാണ് രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായ KC മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നത്. 63 വയസ്സുകാരനായ വേണുഗോപാൽ നിലവിൽ ആലപ്പുഴയിൽ നിന്നുള്ള ലോക്സഭ MP ആയതിനാൽ 6 മാസത്തിനുള്ളിൽ നിയമസഭയിലേക്ക് മത്സരിച്ച് വിജയിക്കേണ്ടതുണ്ട്. ബുധനാഴ്ച വൈകിട്ട് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും നടത്തിയ ചർച്ചയിലാണ് KCയുടെ കാര്യത്തിൽ അന്തിമ ധാരണയായത്. തുടക്കത്തിൽ VD സതീശനായി പ്രിയങ്ക ഗാന്ധി വാദിച്ചെങ്കിലും സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ KC കാണിച്ച കരുത്താണ് രാഹുലിനെ അദ്ദേഹത്തിലേക്ക് അടുപ്പിച്ചത്. ഒടുവിൽ സോണിയാഗാന്ധിയുടെ ഇടപെടലോടെയാണ് KCയുടെ പേരിൽ സമവായമുണ്ടായത്. ഭൂരിഭാഗം MLAമാരെയും തനിക്കൊപ്പം നിർത്താൻ KCക്ക് സാധിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വിഭവങ്ങൾ സമാഹരിക്കുന്നതിലും KC നൽകിയ പിന്തുണ MLAമാർക്കിടയിൽ അദ്ദേഹത്തിന് വലിയ സ്വാധീനം നൽകി. എന്നാൽ പാർട്ടി പ്രവർത്തകർക്കിടയിലും അണികൾക്കിടയിലും VD സതീശനായിരുന്നു പ്രിയങ്കരൻ. കഴിഞ്ഞ 10 വർഷത്തെ ഇടതുഭരണത്തിനെതിരെ പടനയിച്ച സതീശനെ മുഖ്യമന്ത്രിയാക്കാത്തതിൽ ഒരു വിഭാഗം പ്രവർത്തകർക്ക് കടുത്ത അതൃപ്തിയുണ്ട്. ഇത് ഹൈക്കമാൻഡ് ഗൗരവത്തിൽ എടുക്കുന്നില്ലെന്നാണ് സൗത്ത് ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. KCയെ മുഖ്യമന്ത്രിയാക്കിയാൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്ക് വയനാട്ടിൽ തിരിച്ചടിയുണ്ടാകുമെന്ന ഭീഷണിയുമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. മുസ്ലിം ലീഗും RSPയും സതീശനായി ശക്തമായി നിലകൊണ്ടെങ്കിലും ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനത്തിന് മുന്നിൽ ഘടകകക്ഷികൾക്ക് വഴങ്ങേണ്ടി വന്നു. 2 പ്രമുഖ എതിരാളികളെ എങ്ങനെ സമാധാനിപ്പിക്കും എന്നതാണ് ഹൈക്കമാൻഡ് നേരിടുന്ന വെല്ലുവിളി. സതീശന് ഉപമുഖ്യമന്ത്രി പദവി നൽകണമെന്ന ആവശ്യം ഉയരുന്നുണ്ടെങ്കിലും KC പക്ഷം ഇതിനെ എത്രത്തോളം അംഗീകരിക്കുമെന്ന് വ്യക്തമല്ല. ചെന്നിത്തലയ്ക്ക് അർഹമായ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ സോണിയാഗാന്ധി പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 140 അംഗ നിയമസഭയിൽ 102 സീറ്റുകളുടെ തിളക്കമാർന്ന വിജയവുമായാണ് UDF അധികാരത്തിലേക്ക് വരുന്നത്. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായി എത്തുന്നതോടെ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പുതിയൊരു അധികാര കേന്ദ്രം കൂടി രൂപപ്പെടുകയാണ്. അതേസമയം കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപനം 10ാം ദിവസത്തിലേക്ക് നീണ്ടതിനും ബുധനാഴ്ച നടക്കേണ്ടിരുന്ന പ്രഖ്യാപനം വ്യാഴാഴ്ചത്തേക്ക് മാറ്റിയതിനും പിന്നിൽ കോൺഗ്രസിലെ മുതിർന്ന നേതാവ് AK ആന്റണിയുടെ തന്ത്രപരമായ ഇടപെടലുകളാണെന്ന് സൂചന. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൈക്കമാൻഡിൽ നിന്നും കേരളത്തിലേക്ക് ഔദ്യോഗികമായി എത്തിയ ഏക ഫോൺ വിളി വഴുതക്കാട് ഈശ്വരവിലാസം റോഡിലെ ആന്റണിയുടെ വീട്ടിലേക്കായിരുന്നു. അഞ്ചനം എന്നാണ് വീടിന്റെ പേര്. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും ആന്റണിയുമായി നടത്തിയ ദീർഘ സംഭാഷണങ്ങളാണ് മുഖ്യമന്ത്രി ചർച്ചകളുടെ ഗതി മാറ്റിയത്. ആന്റണിയുടെ വീട്ടിൽ കൊടിക്കുന്നിൽ സുരേഷ് MP ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉണ്ടായിരുന്ന സമയത്താണ് ഹൈക്കമാൻഡിന്റെ വിളിയെത്തിയത്. എന്നാൽ ചുറ്റുമുള്ളവരെ പോലും മാറ്റി നിർത്തി അതീവ രഹസ്യമായാണ് ആന്റണി സംസാരിച്ചത്. കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അദ്ദേഹം കൃത്യമായി രാഹുൽ ഗാന്ധിയെ ധരിപ്പിച്ചു. MLAമാരുടെ ഭൂരിപക്ഷ അഭിപ്രായത്തിന് മുൻഗണന നൽകണമെന്നും എന്നാൽ മുതിർന്ന നേതാക്കളുടെ സീനിയോറിറ്റിയെ പാടെ അവഗണിക്കരുതെന്നും ആന്റണി നിർദ്ദേശിച്ചതായാണ് വിവരം. സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് ഹൈക്കമാൻഡ് വഴങ്ങുന്നെന്ന സന്ദേശം ഒരിടത്തും ഉണ്ടാകരുതെന്ന് ആന്റണി രാഹുലിനോട് പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. എന്തായാലും കേരളം ആര് ഭരിക്കാൻ പോകുന്നു, ആരാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ അടുത്ത മണിക്കൂറുകളിൽ തന്നെ തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.